ഹായ്, മലയാളത്തിൽ ആദ്യമായിട്ട് ഇജാതി വയലൻസ് പടം അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇറങ്ങിയൊരു പടമാണ് മാർക്കോ. ഉണ്ണി മുകുന്ദൻ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് മാർക്കോൻ്റെ ഒരു എൻട്രി. കുറേ സിനിമകളൊക്കെ ഫ്ലോപ്പായതിനു ശേഷം ഉണ്ണി മുകുന്ദൻ ഒരു കംബാക്ക് എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഞാൻ ആദ്യം ചോദിക്കുക, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചെറിയ ധൈര്യം പോരാ, നല്ല ധൈര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ കൂടെ ആളുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും മിനിമം കൂടെ കൊണ്ടുപോകണം. 18 വയസ്സിന് താഴെയുള്ളവർ കാണാനേ പാടില്ല. അത്രയ്ക്കും ഞാനൊരു സിനിമയിൽ അങ്ങനെയൊന്നും പറയാറില്ല, പക്ഷേ ഇത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വയലൻസ്. തുടക്കം തൊട്ട് അവസാനം വരെ സെക്കൻഡ് ഹാഫൊക്കെ നോക്കണ്ട. ശരിക്കും എത്ര ധൈര്യമുള്ള ആളുകളും ഒന്ന് കാണാൻ അറക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പേടിക്കുന്ന അങ്ങനെ ഒരു വയലൻസ് കൊടുത്തിട്ടുള്ളൊരു പടം, അതാണ് മാർക്കോ. നമ്മുടെ മിഖായിലിൻ്റെ ഒക്കെ സംവിധായകൻ ഹനീഫ് അദേനിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കഥയും പുള്ളിയുടെ തന്നെയാണ്. കഥ വൈസ് നോക്കുമ്പം സ്റ്റോറിയിൽ അങ്ങനെ വലിയ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലൊന്നും സ്റ്റോറി പോകുന്നില്ല. കുറേ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റോറി കഥയാണ്, കഥയിൽ ഫോക്കസ് ചെയ്യുക അതൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോറി ഒന്നും നോക്കാനുള്ള സമയമില്ല. അതായത് നമ്മൾ പ്രതീക്ഷിക്കില്ല ഒരു ലെവൽ ഓഫ് വയലൻസ്. ഒന്നും അല്ല എന്ന് തെളിയിക്കുന്ന, നമുക്ക് തന്നെ അറപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ മേത്തേക്ക് ബ്ലഡ് തെറിച്ചൊന്നും തോന്നൂലേ സ്ക്രീനിൽ നിന്ന്, ആ ലെവലിലുള്ള വയലൻസ്. ശരിക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണരുതെന്ന് തന്നെ ഞാൻ സ്ട്രിക്റ്റായിട്ട് അത്ര ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത്ര പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സിനിമയുടെ ഒരു പോക്കുള്ളത്. അപ്പോൾ കഥ വൈസ് ഒന്നുമില്ല. മ്യൂസിക് ആണെങ്കിൽ നമ്മുടെ ഡാപ്സിയുടെ പാട്ട് മാറി പിന്നീട് വന്ന ആ പാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡൊക്കെ കാണിക്കുന്നത്. ആ പാട്ട് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ BGM ഒത്തു പോകുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഉണ്ണി മുകുന്ദൻ്റെ ചില സ്ഥലത്തൊക്കെ എനിക്കൊരു ചെറിയ മിസ് ഫീൽ വന്നെങ്കിലും സെക്കൻഡ് പാർട്ട് എത്തുമ്പോഴേക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഉണ്ണി മുകുന്ദൻ അങ്ങ് നിറഞ്ഞാടുകയാണ്. പിന്നെ അവസാനമാണ് പ്രധാന നമ്മുടെ ഗുണ്ട എത്തുന്നത്, കബീർ ദുഹാൻ സിംഗ്. ഞങ്ങൾക്ക് പുള്ളിയുടെ പേര് പറയാൻ ചെറിയ പ്രശ്നമുണ്ട്. കബീർ ദുഹാൻ സിംഗ് പുള്ളിയും കൂടി എത്തിയതോടെ സ്ക്രീൻ അങ്ങ് നിറഞ്ഞു. പിന്നെ ഒന്നും നോക്കാനില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്കില്ലേ പറഞ്ഞ് ഫലിപ്പിക്കാൻ കൂടി അറിയില്ല. അത്രയ്ക്ക് സ്ക്രീൻ പ്രസൻസ്, അത്ര വലിയ ഫൈറ്റ് ഇതുവരെ മലയാള സിനിമയിൽ നമ്മളാരും കണ്ടിട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. എന്താ വെച്ചാൽ അങ്ങനെ ഫൈറ്റ് നമുക്ക് അറപ്പൊക്കെ എനിക്ക് പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള ഫൈറ്റുകളൊക്കെയാണ് ഇതിലുള്ളത്. അതിപ്പോൾ വലുതാവട്ടെ ചെറുതാവട്ടെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ല. അങ്ങ് വെറുപ്പിച്ചളയാ. അതായത് നമുക്ക് തന്നെ ഇങ്ങനെ ഓക്കാനം വരുന്ന തരത്തിലുള്ള ഫൈറ്റ്. ആ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം പോയാലും ഒരു നഷ്ടവും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് സിനിമയുടെ പോക്ക്. പിന്നെ BGM ഒക്കെ കൊള്ളാം. ഈ ഫൈറ്റ് സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുള്ളത് കലൈ കിങ്സൺ ആണ്. പുള്ളി ബ്രഹ്മയുഗത്തിൻ്റെ ഒക്കെ സ്റ്റണ്ട് ചെയ്ത ആളാണ്. അപ്പോൾ എന്താ പറയുക, ഒരു 100 ആൾ നിരന്നാലും ഫൈറ്റ് ചെയ്യാനുള്ള അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൂടി ഫീൽ ചെയ്യില്ല. കറക്റ്റ് ആ ഒരു മോഷൻസൊക്കെ കറക്റ്റ് ഫീൽ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഫൈറ്റ് ഉണ്ണി മുകുന്ദൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റ് സീൻസൊക്കെ പുള്ളി നിറഞ്ഞാടുക എന്ന് പറയൂലേ, ആ ഒരു ലെവലിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഉള്ളത് ജഗദീഷ്, സിദ്ദിഖ്, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുള്ളത്. നമുക്കറിയാം ജഗദീഷ് ഇപ്പോൾ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഹിറ്റിലേക്ക് പോകുന്നതാണ് ഈ സിനിമ കൂടി. അപ്പോൾ അതൊരു പ്രതീക്ഷ കൂടിയാണ്. നമുക്ക് ജഗദീഷ് സിനിമകൾ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ കൂടിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സിനിമ പോകുന്നുള്ളത്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. അതായത് ആ ഒരു എഫക്റ്റും ആ ഒരു സൗണ്ടും ആ ഒരു വിഷ്വലൊക്കെ ട്രീറ്റാണത്. അത് നമുക്ക് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാനുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന സൂചനകളും നമുക്ക് അവസാന ഭാഗത്ത് ഏറ്റവും അവസാനം എൻ്റെ ടൈറ്റിലൊക്കെ കാണിച്ചതിന് ശേഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ കുറേ നേരം ഉണ്ട്, ആ സമയത്തൊന്നും ഇറങ്ങിപ്പോയേക്കരുത്. അവസാനത്തൊരു ഇതും കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് ഇറങ്ങുക. അപ്പോൾ മാർക്കോ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണണം. ധൈര്യമുള്ളവർ അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്തവർ ഇവരൊക്കെ കൂട്ടമായി പോകുന്നതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.